And first of all, I would like to thank YIP for giving such a great opportunity. Actually, young minds ആണ് നമ്മളുടെ നേഷന്റെ പില്ലർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ്. ആൻഡ് ഫോർ യു പീപ്പിൾ, നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഫ്യൂച്ചർ ടെക്നോളജീസിനെ പറ്റി മനസ്സിലാക്കാനും നിങ്ങളുടെ ഐഡിയാസും ഇന്നോവേഷൻസും ഒക്കെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനും അതുവഴി നമ്മളുടെ നേഷൻ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്. സോ കൺഗ്രാജുലേറ്റിംഗ് YIP ഫോർ ദാറ്റ്. അതുപോലെ എല്ലാ പാർട്ടിസിപ്പൻസും വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഈ ഒരു 1 hour സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ വെൽക്കമിങ് യു ഓൾ ടു ദിസ് സെഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും സ്കൂൾ കുട്ടികളാണോ? Sir, ഇത് mix of students and teachers. ഓക്കെ ഫൈൻ. സോ നമുക്കിതൊരു ടോക്ക് കേൾക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു സെഷനായിട്ട് മുന്നോട്ട് പോകാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ ഡേറ്റാ സയൻസും അതുപോലുള്ള മറ്റ് ടെക്നോളജീസും എന്താണെന്ന് മനസ്സിലാക്കുക, അതുപയോഗിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ദെൻ ഇത് വെറുതെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരല്ലോ. അതുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുമ്പോൾ മുന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ചലഞ്ചുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ചലഞ്ചുകളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ഓരോ പ്രോഡക്റ്റുകളും ഐഡിയാസും പുറത്തോട്ട് വരാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അല്ല നിങ്ങൾക്ക് ചാറ്റ് വിൻഡോയിൽ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെയും ചോദിക്കാം. വോളണ്ടിയേഴ്സ് വിൽ ഇൻഫോം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡേറ്റാ സയൻസ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജീസ്. ഓക്കെ, അപ്പൊ ഡേറ്റാ സയൻസ് ആൻഡ് ഈ ഫ്യൂച്ചർ ടെക്നോളജീസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഡാറ്റാ സയൻസിനൊപ്പം നമ്മൾ കേൾക്കുന്ന മറ്റു ഡൊമൈനുകളെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ഈ ഡേറ്റാ സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ മിക്കവാറും ഇപ്പൊ എല്ലാ ദിവസവും പല പല കമ്മ്യൂണിക്കേഷൻ മീഡിയങ്ങളിൽ കാണുന്നുണ്ടാവും അല്ലെ. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ പല പല രീതിയിൽ പല പല സമയങ്ങളിൽ പറയുന്ന ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിഗ് ഡേറ്റ, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഭാവിയിലേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോൾ ഇൻഡസ്ട്രി 5.0 എന്ന് പറയുന്ന ഒരു റെവല്യൂഷനിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കാണുന്ന ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പ്രോഡക്റ്റുകൾക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ആളുകളിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യുകയും അത് ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ എല്ലായിടത്തും തന്നെ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യയുടെ ഒരു എലമെന്റ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഓരോ ഡൊമൈനുകളും എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ഡേറ്റാ സയൻസ്, പിന്നെ ബിഗ് ഡേറ്റ എന്ന് പറയുന്ന പല ടെക്നോളജീസും ഉണ്ട്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നും എന്താണ് ഡാറ്റാ സയൻസ് എന്നും അവരെങ്ങനെയാണ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് അവർ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് തീർച്ചയായും കമ്പ്യൂട്ടേഴ്സിനെ പറ്റി പറയണം അല്ലെ. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഓക്കെ, അപ്പൊ ഡേറ്റ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം? ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാം, ഡേറ്റയെ റിട്രീവ് ചെയ്യാം, ഡേറ്റയെ റിസീവ് ചെയ്യാം, അതുപോലെ ഡേറ്റയെ പ്രോസസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിവൈസാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളുടെ സാധാരണ മൈക്രോ കമ്പ്യൂട്ടേഴ്സ്, നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന മൈക്രോ കമ്പ്യൂട്ടേഴ്സ് മുതൽ വലിയ വലിയ ഹാളുകളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന മെയിൻ ഫ്രെയിംസ് പോലുള്ള ഹ്യൂജ് കമ്പ്യൂട്ടേഴ്സ് വരെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ സിംപിളി നമുക്ക് പറയാം, എ കമ്പ്യൂട്ടർ ഇസ്
it's a device which is capable of doing computing. Okay. So ഏതൊരു മെഷീൻ നമ്മളെ കമ്പ്യൂട്ടർ എന്നുള്ള പറഞ്ഞ. ഓക്കെ. അപ്പോ എന്താണ് റിയാലിറ്റി അബൌട്ട് എ കമ്പ്യൂട്ടർ എന്തായിരിക്കാം നോക്കിയേ. ആർ ഇന്റലിജന്റ് ഓർ ഡം? കമ്പ്യൂട്ടറുകൾ ഇന്റലിജന്റ് ആണോ ഡംബാണോ എന്നുള്ളൊരു ചോദ്യം. നിങ്ങൾ ആരൊക്കെ വിളിക്കുന്നു കമ്പ്യൂട്ടേഴ്സ് ഇന്റലിജന്റ് ആണ് എന്ന് അല്ലെങ്കിൽ ഡംബാണെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട്? നമുക്ക് ഹാൻഡ് റൈസ് ഒക്കെ ചെയ്യാട്ടോ. ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഡംബാണെന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ട്? വാട്ട് യു തിങ്ക്? ഡംബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഒന്നുമില്ല. ഡംബ് എന്ന് വെച്ചാൽ പൊട്ടൻ എന്നുള്ള മീനിങ് കേട്ടോ. അപ്പൊ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളൊരു ഫോട്ടോ നിങ്ങളുടെ ഫോണിലുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങളോട് വെറുതെ കമ്പ്യൂട്ടറിനോട് പറഞ്ഞാൽ മതിയോ ആ ഫോട്ടോ എന്ന് നമുക്ക് ഭംഗിയുള്ള രൂപത്തിലാക്കി തരാൻ? പോരാ. നമ്മൾ ആ ഫോട്ടോ എടുത്ത് ഏതെങ്കിലും ഫോട്ടോഷോപ്പ് പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഭംഗി വരുത്തിയാൽ മാത്രമേ അത് വരുള്ളൂ അല്ലെ. അപ്പോൾ ഒരിക്കലും കമ്പ്യൂട്ടേഴ്സ് ഇന്റലിജന്റ് ആയിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ കൂടി നമ്മൾക്കറിയാം നമ്മളുടെ ജീവിതത്തിന്റെ പല പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനുഷ്യകുലത്തിന് തന്നെ ഏറ്റവും, അല്ലെങ്കിൽ ഹ്യൂമൻ ഇറയിൽ തന്നെ ഏറ്റവും ലവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡിവൈസ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആവാനുള്ള കാരണങ്ങൾ എന്താ നമുക്കറിയാം. എന്തൊക്കെയാ? സ്പീഡിൽ പ്രവർത്തിക്കാനും അതുപോലെ അക്യുറേറ്റ് ആയിട്ട് പ്രവർത്തിക്കാനും പല പല യൂസുകൾക്ക് ഒരേ ഡിവൈസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഡിവൈസ് ആണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡംനെസ് ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ, അതായത് ഡംബ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ഇത്രയുമൊക്കെ കുറവുകൾ ഉണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡംബ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോ അങ്ങനെ ആ ഒരു ഡംനെസ്സിനെ കൂടെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയാലോ? ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇഫ് യു കെൻ റിമൂവ് ദാറ്റ് ഡംനെസ് along with all these good properties, അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആ കമ്പ്യൂട്ടേഴ്സിന് ഒരു മാജിക്കൽ വേയിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും എന്ന് നമുക്ക് കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകളും മാത്തമാറ്റീഷ്യൻസും ഒക്കെ ചേർന്ന് ആദ്യമായി കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 1956 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു വേർഡാണ് എന്ത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. ഓക്കെ. അപ്പോ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? അതിനു മുന്നേ എന്താണ് മനുഷ്യന്റെ ഇന്റലിജൻസ്? എന്താണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി പറയുന്നതിന് മുമ്പ് എന്താണ് നമ്മളുടെ മനുഷ്യകുലത്തിനുള്ള ഇന്റലിജൻസ്? എന്താണ് നമ്മളുടെ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഇന്റലിജൻസ്? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ കയ്യിലുള്ള നോളജും ഡേറ്റയും ഇൻഫർമേഷനും ഒക്കെ നമ്മുടെ തലയിലുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു വസ്തുവിനെ പറ്റി പറഞ്ഞാൽ ആ വസ്തുവിന്റെ എല്ലാ വശങ്ങളെ പറ്റി നമുക്ക് അറിയുന്നുണ്ടാവാം. നമുക്ക് ഒരു ട്രാഫിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, റൈറ്റ്? ഇങ്ങനെ പല 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 ഇൻഫർമേഷൻസും ഡേറ്റയും നോളജും ഒക്കെ നമ്മുടെ തലയിലുണ്ട്. അപ്പോ ഈ ഉള്ള നോളജും ഇൻഫർമേഷനും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റലിജൻസ് എന്ന് പറയാം. ഇപ്പൊ ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് പറ്റാതിരിക്കാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഇന്റലിജൻസ് ആണ് അല്ലെ. ആക്സിഡന്റിൽ നിന്നും ഒഴിവായി പോകുന്നു. സോ അതുപോലെ ബുദ്ധിയില്ലാത്ത കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് ബുദ്ധിയുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ എന്താണ് ഈ ബുദ്ധിക്ക് ആധാരം? ഞാൻ പറഞ്ഞ പോലെ നോളജ് വേണം, അതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് വേണം? ഒരു എബിലിറ്റിയും വേണം അല്ലെ. അപ്പോ നോളജ് എന്ന് പറയുന്നത് എവിടെ നിന്നാ കിട്ടുക? ഡേറ്റയിൽ നിന്നാ കിട്ടുക. അതുപോലെ എബിലിറ്റി എങ്ങനെയാ കിട്ടുക? കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ എങ്ങനെയാ വർക്ക് ചെയ്യിപ്പിക്കുന്നത്?
അൽഗോരിതംസും കമ്പ്യൂട്ടർ പ്രോഗ്രാംസും ഉപയോഗിച്ചിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് എ സയന്റിഫിക് ഡൊമൈൻ ദാറ്റ് ഡീൽസ് വിത്ത് മേക്കിംഗ് ഇന്റലിജൻസ് ടു സിസ്റ്റം. ഓക്കെ, ഒരു സിസ്റ്റത്തിന് ഇന്റലിജൻസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് ആണ് എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? വി നീഡ് ഡേറ്റ ആസ് വെൽ ആസ് എ സെറ്റ് ഓഫ് അൽഗോരിതംസ്. ഓക്കെ, സെറ്റ് ഓഫ് അൽഗോരിതംസ്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ വി ആർ മേക്കിംഗ് എ കമ്പ്യൂട്ടർ തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ. ഒരു കമ്പ്യൂട്ടറിനെ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കേപ്പബിൾ ആക്കുന്ന ഒരു 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 സയന്റിഫിക് ഡൊമൈൻ ആണ് എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനു മുമ്പ് ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധി അല്ലെ? നിങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ള ആളുകളാണോ? അല്ല. അല്ലേ? ആരാ അല്ലാത്ത? നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു talk കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവരും ബുദ്ധിമാന്മാരാണ്. സാർ വോയിസ് ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ട്. ബുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ ക്ലാസ് വരെ പഠിച്ചെത്തില്ല. നമുക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട് അല്ലെ? അപ്പൊ ഈ ബുദ്ധി നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ പ്രോപ്പറായിട്ട്? ഓക്കെ. ഹലോ ഹലോ സാർ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നുണ്ട് സാർ. ഹലോ. ഇടയ്ക്ക് കേൾക്കുന്നില്ല സാർ. പോയിക്കോട്ടെ, ഒരു മിനിറ്റ്. ഹലോ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പൊ ഞാൻ ശൈലേഷ് സാർ വീണ്ടും ബ്രേക്ക് ആയെന്ന് തോന്നുന്നു. സാറിനെ കേൾക്കുന്നില്ല കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യണേ. സാറിന് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. സാർ ഇപ്പൊ തിരിച്ച് ജോയിൻ ചെയ്യൂ കേട്ടോ. ഇപ്പൊ കേൾക്കാമോ പ്രോപ്പർലി? കേൾക്കാം സാർ. ഞാൻ ഇന്റർനെറ്റ് ഒന്ന് മാറ്റി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എവിടെ വരെ നിങ്ങൾ കേട്ടു? നിങ്ങളോട് ഞാൻ ബുദ്ധി ഉള്ള ആളുകളാണോ എന്ന് ചോദിച്ചത് കേട്ടായിരുന്നോ? അത് കേട്ടിരുന്നു. ഓക്കെ ഫൈൻ. അപ്പോ നമുക്ക് ബുദ്ധി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരാ അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നതും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഈ YIP പോലുള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? നമുക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടാ അല്ലെ? അപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബുദ്ധി ഉണ്ടായേ? നമുക്ക് ജനിക്കുമ്പോഴേ ബുദ്ധിയുള്ള ആളുകളായിട്ടാണോ വരിക? എങ്ങനെയാ? നമ്മൾ പഠിക്കുന്നുണ്ടാവും അല്ലെ? പഠിച്ച് ബുദ്ധി ഉണ്ടാക്കും, കണ്ടറിഞ്ഞ് ബുദ്ധി ഉണ്ടാക്കാം, പ്രാക്ടീസിലൂടെ ബുദ്ധി ഉണ്ടാക്കാം, കേട്ട് ബുദ്ധി ഉണ്ടാക്കാം അല്ലെ? അതുപോലെ മനസ്സിലാക്കി ബുദ്ധി ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉള്ളിലും
നമുക്ക് പല പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് മെത്തേഡുകളാണ് മെഷീൻ ലേണിംഗ്, സ്പീച്ച് അനാലിസിസ് ആൻഡ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, എക്സ്പേർട്ട് സിസ്റ്റംസ്, പ്ലാനിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത് ഓരോന്നും എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മെഷീൻ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയും. സ്പീച്ച് അനാലിസിസ് ആൻഡ് പ്രോസസ്സിംഗ്, നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഗൂഗിൾ നെസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ ഗൂഗിൾ എന്ന് പറയില്ലേ? അങ്ങനത്തെ സൗണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നിക്കുകളെയാണ് നമ്മൾ സ്പീച്ച് അനാലിസിസ് ആൻഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ വിഷൻ എന്താ? നിങ്ങൾ AI ക്യാമറാസ് കണ്ടിട്ടുണ്ടോ? അതുപോലെ നമ്മളുടെ ഫോണുകളിൽ ഫേസ് ഡിറ്റക്ഷൻ സിസ്റ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതൊക്കെ കമ്പ്യൂട്ടർ വിഷന്റെ ഉള്ളിൽ വരുന്ന AI ടെക്നിക്കുകളാണ്. ഇനി നിങ്ങൾ എല്ലാവരും ChatGPTയോ ഗൂഗിൾ ട്രാൻസ്ലേറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉൾപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖലയാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഓക്കെ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. പിന്നെ നമ്മളിപ്പോ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് ചാറ്റ്. ക്ലിയർ ആവുന്നില്ല? സാർ ഇപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ല. ശ്രേയ ഇപ്പൊ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. ശ്രേയയുടെ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ ചാറ്റ് ബോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകളെയൊക്കെ ഉള്ള അങ്ങനത്തെ സിസ്റ്റംസ് ആണ് ഈ എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറയുന്നത്. പിന്നെ റോബോട്ടുകളെ കണ്ടിട്ടില്ലേ? ആ റോബോട്ടുകളും എന്താ, നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉപമേഖലകൾ ചേരുന്ന ഒരു 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 ഇന്റലിജൻസ് മേക്കിംഗ് മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പറഞ്ഞ ഓരോ മെത്തേഡുകളും ഓരോ തരത്തിലുള്ള ഡേറ്റയാണ്. ഇപ്പൊ സ്പീച്ചിൽ നമ്മൾ സൗണ്ട് എന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ വിഷനിൽ നമ്മൾ എന്താ പറയുന്നത്, വിഷ്വൽസ് ആണ്, ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നത്. സാർ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. സാറിന്റെ സ്ക്രീന് വിസിബിൾ അല്ല കേട്ടോ. ഷെയർ ഓഫ് ആയി പോയി. ഓക്കെ, സ്ക്രീൻ ഷെയർ. ഓക്കെ, ഇപ്പൊ കാണാമോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കണ്ടോ, ഇതുപോലെ നമുക്ക് മെഷീൻ ലേണിംഗ്, അതുപോലെ തന്നെ സ്പീച്ച് അനാലിസിസ് ആൻഡ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, എക്സ്പേർട്ട് സിസ്റ്റം, റോബോട്ടിക്സ്, ഇതെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉള്ളിലെ പലതരത്തിലുള്ള ടെക്നിക്കുകളാണ്. അപ്പൊ ഇവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന പലതരത്തിലുള്ള ഡേറ്റയാണ്. ഇവിടെ ഓഡിയോ, ഇവിടെ വിഷൻ, ഇവിടെ വിഷൻ എന്ന് വെച്ചാൽ വിഷ്വൽസ് ആൻഡ് ഇമേജസ് ആൻഡ് വീഡിയോസ്, അതുപോലെ ഇവിടെ ടെക്സ്റ്റുവൽ ഡേറ്റയാണ് നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഒക്കെ ചെയ്യുന്ന ടെക്സ്റ്റുവൽ ഡേറ്റ. ഇവിടെ വന്നിട്ട് ഒരു ഫിസിക്കൽ റിയലൈസേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡേറ്റകളെ പല രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. അതിനനുസരിച്ച് ആ ഓരോ ഉപമേഖലകളെയും മെഷീൻ ലേണിംഗ് എന്നും സ്പീച്ച് എന്നും വിഷൻ എന്നും NLP എന്നുള്ള രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ് ഡൊമൈൻ ആണ് മെഷീൻ ലേണിംഗ്. ഓക്കെ, മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ പാസ്റ്റ് ഡേറ്റയിൽ നിന്നും, നമ്മളുടെ ഹിസ്റ്ററിയിലുള്ള ഡേറ്റയിൽ നിന്നും നമ്മൾ ഒരു 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 ടാസ്ക് ചെയ്യാൻ കേപ്പബിൾ ആകുന്ന ഒരു ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാവേ. ഞാൻ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആദ്യം പറയും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു നമ്പറും പറയും. പിന്നീടത്തെ നമ്പറിന്റെ കറസ്പോണ്ടിങ് രണ്ടാമത്തെ നമ്പർ എന്താണെന്ന് പറയണം കേട്ടോ. 1 കറസ്പോണ്ടിങ് ആയിട്ട് 1, ഓക്കെ, 2 കറസ്പോണ്ടിങ് ആയിട്ട് 4, 3 കറസ്പോണ്ടിങ് ആയിട്ട് 9, 4 കറസ്പോണ്ടിങ് ആയിട്ട് 16. എന്നാൽ 5 കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും? 25. 25. എങ്ങനെയാ നിങ്ങൾക്ക് 25 മനസ്സിലായേ? അതായത് ഇതുവരെ ഞാൻ പറഞ്ഞ 4 എക്സാമ്പിളുകൾ ഉണ്ടായിരുന്നു അല്ലെ? 4 എക്സാമ്പിൾസ് ഞാൻ തന്നില്ലേ? 1 1 എന്നും 2 4 എന്നും 3 9 എന്നും
4, 16 എന്നും ഞാൻ പറഞ്ഞു അല്ലേ? അതിനെയാണ് നമ്മൾ പാസ്റ്റ് ഡേറ്റ, നിങ്ങൾക്ക് അറിയുന്ന പാസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തേ? ആ പാസ്റ്റ് ഡേറ്റയെ മനസ്സിലാക്കി അവർ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആക്കി ഇരിക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ? എന്നിട്ട് ആ റിലേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറഞ്ഞു, ഞാൻ 5 പറഞ്ഞപ്പോ എത്ര ആൻസർ? 25. 25. ഇത് തന്നെയാണ് മെഷീൻ ലേണിംഗിൽ നടക്കുന്നത്. മനസ്സിലായോ? അതായത് മുന്നേ ഉണ്ടായിരുന്ന ഡേറ്റ ഉപയോഗിച്ച് അതിലെ പ്രത്യേകതകൾ കണ്ടെത്തി പാറ്റേൺസ് മനസ്സിലാക്കി ഫ്യൂച്ചറിൽ വരുന്ന പുതിയൊരു ഡേറ്റയെ പറ്റി എന്ത് ചെയ്യുക? പ്രിഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയണേ? മെഷീൻ ലേണിംഗ് എന്ന് പറയണേ. ഇസ് എ ക്ലിയർ? അപ്പൊ ഇത്തിരി കൂടെ വ്യക്തമായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. നോക്കിയേ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഒരു റോബോട്ട് ഉണ്ടെന്ന് വിചാരിക്കും. ആ റോബോട്ട് ആ റൈറ്റ് സൈഡിലുള്ള ആള് കേട്ടോ. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ആരുണ്ട്? നിങ്ങൾ കൂടെ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോബോട്ടിന് നമ്മളുടെ ഭൂമിയിലുള്ള ഒരു കാര്യത്തെ പറ്റി അറിയില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ റോബോട്ടിനെ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാ. ഓക്കെ, ഓരോ കാര്യങ്ങളായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് കണ്ടോ? ആദ്യം റോബോട്ടിനെ നമ്മൾ ഒരു ഷർട്ട് കണ്ട റോബോട്ടിന് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണേ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്ത കാര്യം നോക്കിയേ. ആദ്യം റോബോട്ട് ഒരു ഷർട്ട് കാണിച്ചിട്ട് പറഞ്ഞു, റോബോ ദിസ് ഇസ് എ ഷർട്ട് വി യൂസ് ടു വിയർ എന്ന് പറഞ്ഞു. നമ്മൾ ധരിക്കുന്ന ഒരു വസ്തു എന്ന് പറഞ്ഞു. റോബോട്ട് ആ ഷർട്ടിനെ നോക്കിയിട്ട് എന്ത് മനസ്സിലാക്കി? ഓക്കെ, ഇതാണല്ലേ ഷർട്ട്. അപ്പൊ ഈ ഷർട്ടിന് എന്തായിരിക്കണം? കളറ് പച്ചയായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഇതൊരു വലിയ സാധനമാണ്, അതിന്റെ സൈസ് ലാർജ് ആണ്. അതുപോലെ ടൈപ്പ് എന്താ? ഫോർമൽ ആണെന്ന് മനസ്സിലാക്കി അല്ലെ? ഫോർമൽ വെയർ ആണെന്ന് മനസ്സിലാക്കി. അപ്പോ ഞാൻ അപ്പൊ നമ്മൾ വിചാരിക്കും റോബോട്ട് ഇതൊക്കെ പഠിച്ചു പോകും. അപ്പൊ അടുത്ത ഐറ്ററേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റോബോനെ എന്ത് കാണിച്ചു കൊടുക്കുന്നു? ഒരു റെഡ് കളർ ടീഷർട്ട് കാണിച്ചു കൊടുത്തിട്ട് റോബോയോട് ചോദിക്കോ, ഈസ് ദിസ് എ ഷർട്ട് എന്ന് ചോദിച്ചാൽ റോബോട്ട് എന്ത് പറയും? എന്തായിരിക്കും പറയാ? നോ എന്ന് പറയാം അല്ലെ? കാര്യം എന്താ? റോബോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? ഷർട്ടിന് എന്ത് കളർ വേണം? ഗ്രീൻ കളർ വേണം, ലാർജ് ആയിരിക്കണം, ഫോർമൽ വേണം. പക്ഷെ ഇപ്പൊ നമ്മൾ കാണിച്ചത് എന്താ? ഒരു റെഡ് കളർ കുട്ടി ഷർട്ടാ അല്ലെ? അപ്പൊ നമ്മൾ വീണ്ടും റോബോയോട് പറയാ, റോബോ ദിസ് ഇസ് ഓൾസോ എ ഷർട്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് റോബോയ്ക്ക് കൊടുക്കുകയാണ്. അപ്പൊ റോബോ എന്ത് മനസ്സിലാക്കി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷർട്ട് എന്ന് പറയുന്നത് എന്താവാം? ഗ്രീനോ റെഡോ ആവാം, ലാർജോ സ്മോളോ ആകാം, അല്ലെങ്കിൽ ഫോർമലോ കാഷ്വലോ ആകാമെന്ന് മനസ്സിലാക്കി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ഐറ്ററേഷനിൽ വീണ്ടും റോബോയോട് നമ്മൾ ഒരു യെല്ലോ കളർ ഷർട്ട് കാണിച്ചിട്ട് ചോദിക്കുകയാണ്, റോബോ ഇസ് ദിസ് എ ഷർട്ട്. അപ്പൊ റോബോ വീണ്ടും എന്ത് പറയും? നോ എന്ന് പറയാം അല്ലെ? ഓക്കെ, അപ്പോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? റോബോയോട് പറയുന്നു ഇതും ഷർട്ടാണ് എന്ന് പറഞ്ഞില്ലേ? ഇതും ഷർട്ടാന്ന് പറയുമ്പോ റോബോ വീണ്ടും എന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷർട്ട് എന്ന് പറയുന്നത് എന്താ? ഗ്രീനോ റെഡോ യെല്ലോ ആകാം, സൈസ് ലാർജോ സ്മോളോ മീഡിയോ ആകാം, ടൈപ്പ് എന്ന് പറയുന്നത് ഫോർമലോ കാഷ്വലോ ആകാം എന്ന് മനസ്സിലാക്കി അല്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ആർക്ക് കൊടുത്താൽ? റോബോയ്ക്ക് കൊടുത്താൽ അവസാനം എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? റോബോയ്ക്ക് പിന്നീട് ഏത് ഷർട്ട് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടായി വരില്ലേ? ഇതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് കുറേ എക്സ്പീരിയൻസ് ഒരാൾക്ക് കൊടുത്ത് അയാളെ ആ ടാസ്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? കേപ്പബിൾ ആക്കുക. പിടികിട്ടിയോ? യെസ്. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ ഒരു തരത്തിലുള്ള ടെക്നിക്കാണ് കേട്ടോ. ഇന്റലിജൻസ് ഉണ്ടാക്കാൻ, കമ്പ്യൂട്ടേഴ്സിന് ഇന്റലിജൻസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലെ ടെക്നിക്കാണ് എന്ത്? മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, ഞാൻ സ്കിപ്പ് ചെയ്യാണേ. ഓക്കെ, അപ്പൊ മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലായോ? എന്തുകൊണ്ടാണ് നമ്മൾ മെഷീൻ ലേണിംഗ് പഠിച്ചത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് ഞാൻ പറഞ്ഞത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ 99% ടാസ്കുകളും ചെയ്യുന്നത് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാ? മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടാ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ,
അടുത്തത് നമുക്ക് ഡേറ്റ സയൻസ്. നമ്മുടെ ടോപ്പിക്ക് തുടങ്ങിയ ഡേറ്റ സയൻസിലാണ് അല്ലെ. അപ്പൊ എന്താ ഡേറ്റ സയൻസ് എന്ന് നമുക്ക് നോക്കാം. ആ ഡേറ്റ സയൻസിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോ ശൈലേഷ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ആലപ്പുഴ, കൊച്ചി, അസിസ്റ്റന്റ് പ്രൊഫസർ, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇതൊക്കെ സത്യമായ കാര്യങ്ങളല്ലേ. ശൈലേഷ് എന്ന് പറയുന്ന ഒരാളുണ്ട്, ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ക്യുസാറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, മാത്സ് ഒരു ഫാക്റ്റാണ്, കമ്പ്യൂട്ടർ സയൻസ് ഒരു ഫാക്റ്റാണ് അല്ലെ. ഇങ്ങനെ കുറെ ഫാക്ടുകളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, റൈറ്റ്? പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലോ, മൈ നെയിം ഈസ് ശൈലേഷ്, ഐ എം വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഐ എം ഫ്രം ആലപ്പി ആൻഡ് ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലും ഒരേ കാര്യങ്ങളല്ലേ ഉണ്ടായേ. ഇപ്പൊ എന്താ അവിടെ വ്യത്യാസം വന്നേ? ആ പറഞ്ഞ ഫാക്ടുകളെ ഞാനൊന്ന് കണക്ട് ഒക്കെ ചെയ്ത് ഒരു 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 കണ്ടെക്സ്റ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങളോട് കൺവേ ചെയ്തു അല്ലെ. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ. എന്താ നമ്മൾ അതിനെ പറയുന്ന പേര്? ഇൻഫർമേഷൻ. കണക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ നമുക്ക് എന്ത് പറയാൻ പറ്റാ? ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പൊ ഈ ഡേറ്റയും ഇൻഫർമേഷനും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോ നിങ്ങൾക്ക് ഒരു ആനയെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ഒരാളൊന്ന് പറയാമോ? ഒരു ആനയെ പറ്റി എന്തൊക്കെ അറിയാം? ഏറ്റവും വലിയ ജീവി ബ്ലാക്ക് കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. ബ്ലാക്ക് കളറാണ്. ആനയ്ക്ക് നീണ്ട മൂക്കുണ്ട്. ആനയ്ക്ക് നീണ്ട മൂക്കുണ്ട്. പിന്നെ കൊമ്പുണ്ട്. ആനക്ക് 4 കാലുണ്ട്. 4 കാലുണ്ട്, കൊമ്പുണ്ട്, വലിയ ചെവികളുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കിയതാണോ? അല്ല അല്ലെ. പല പുസ്തകങ്ങളിൽ നിന്നാവാം, ആരെങ്കിലും പറഞ്ഞു തന്നതാവാം, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതാവാം അല്ലെ. അതെ. അപ്പോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഡേറ്റയും ഇൻഫർമേഷനെയും ഒക്കെ നിങ്ങളുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രത്യേക രീതിയിൽ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ നോളജ് എന്ന് പറയാ. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ ഈ നോളജിനെ നമ്മൾ ഒരു പ്രോബ്ലത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള കേപ്പബിലിറ്റി ആണ് എന്ത്? ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇന്റലിജൻസ് ആയാലും നോളജ് ആയാലും വിസ്ഡം ആയാലും ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് എന്താ? ഡേറ്റ എന്ന് പറയുന്നതാണ് അല്ലെ. എന്താണ്? ഡേറ്റ. ഓക്കെ. അപ്പോ ഈ ഡേറ്റ എവിടെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങള് എല്ലാരും ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണോ? അങ്ങനെയുള്ള അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച് അതിങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ റീൽസിനകത്തും ഫേസ്ബുക്കിലും ഒക്കെ ആ ഒരു പ്രോഡക്റ്റ് വന്ന് ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗൂഗിൾ മാപ്പ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? വഴി അറിയാനും ട്രാഫിക് ഇൻഫർമേഷൻ അറിയാനും അല്ലെ. അപ്പൊ ഇവിടെ എല്ലാം ആളുകൾ ഉപയോഗിക്കുന്നത് ഡേറ്റയാണ്. ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ഈ ആപ്ലിക്കേഷൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്? ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ പണ്ട് കാലത്ത് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നത്, റവന്യൂ എന്ന് വെച്ചാൽ എന്താ? എക്കണോമിക്കലി വളരെ കാര്യമായിട്ട് ബൂം ചെയ്തു നിന്നിരുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയം ഇൻഡസ്ട്രി ആയിരുന്നു. ഓക്കെ. അതുകൊണ്ട് എല്ലാവരും ഗൾഫിലൊക്കെ പോകുന്ന കണ്ടില്ലേ? ഗൾഫിൽ പോയി എല്ലാവരും കാശുകാരൊക്കെ ആയിട്ട് തിരിച്ചു വരുന്ന എങ്ങനെയാ? അവിടെ പോയി ഈ മരുഭൂമിയിൽ പെട്രോളിയം കമ്പനികളിലൊക്കെ വർക്ക് ചെയ്താണ് കാശൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയുള്ള നമ്മളുടെ ഫ്യൂച്ചറിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ് ഡേറ്റ. ഓക്കെ. അപ്പൊ നമ്മളുടെ ഫ്യൂച്ചറിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്താണ്? ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ പക്ഷെ റിയാലിറ്റി അബൌട്ട് ഡേറ്റ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന
ഡേറ്റ എല്ലായിടത്തും ഡേറ്റയാ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഡേറ്റയാ. നിങ്ങളിപ്പോ ഈ മീറ്റിംഗിൽ കയറുന്നതിന് മുമ്പ് ഒരു ഫോം ഫില്ല് ചെയ്തത് ഓർമ്മയുണ്ടോ? എല്ലാവരും ആ ഫോം ആ ഫോം ഫില്ല് ചെയ്തപ്പോഴും നിങ്ങൾ എന്താ ചെയ്തേ? ഒരു ഡേറ്റ ജനറേറ്റ് ചെയ്യുക ചെയ്തേ. അതുപോലെ ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴും ഡേറ്റ ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്റെ ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പോഴും ഡേറ്റ ജനറേറ്റ് ചെയ്തോണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഡേറ്റ ജനറേഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ പടത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? വി ആർ ഡ്രൗണിങ് ഇൻ ഡേറ്റ. ഡ്രൗണിങ് ഇൻ ഡേറ്റ മീൻസ് എന്താ? നമ്മൾ ഡേറ്റയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വി ആർ സ്റ്റാർവിങ് ഫോർ ഇൻസൈറ്റ്സ്. ആ ഡേറ്റയിൽ നിന്നും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാർവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡൊമൈൻ ആണ് എന്ത്? ഡേറ്റ സയൻസ്. മനസ്സിലായോ? ഓക്കെ, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഈ ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്താലാണ് ഡേറ്റ സയൻസ് ആവുക കേട്ടോ. ഡാറ്റയെ കളക്ട് ചെയ്ത് വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കണം, വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം, അതുപോലെ തന്നെ മൈൻ ചെയ്യാന്ന് പറയും, അനലൈസ് ചെയ്യാന്ന് പറയും, അതുപോലെ മോഡൽ ചെയ്യാന്ന് പറയും. അങ്ങനെ കുറേ പ്രോസസ്സുകളിലൂടെ കടന്നുപോയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡേറ്റ സയൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നേ? റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നേ. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. ഇതെല്ലാം ഡേറ്റ, ഇതെല്ലാം ഡേറ്റയാണ്. ആ ഡേറ്റ പല പല രീതിയിൽ വന്ന് ഡേറ്റ സ്റ്റോർ ചെയ്ത് ക്ലീൻ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് അനലൈസ് ചെയ്ത് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഡാറ്റ സയൻസ്. മൊത്തം ഡാറ്റ സയൻസ് പൈപ്പ്ലൈൻ. അപ്പോ അങ്ങനെ ഒരു വലിയ ഡാറ്റ സയൻസ് പൈപ്പ്ലൈനിൽ എന്തിനു വേണ്ടിയാ നിങ്ങൾ ചെയ്യുന്നത്? എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ സയൻസ് പൈപ്പ്ലൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ 4 തരത്തിലാണ് ആ ഡാറ്റ സയൻസ് പൈപ്പ്ലൈനെ ഉപയോഗപ്പെടുത്തുന്നത്. അതിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്നും, ഡയഗ്നോസ്റ്റിക് അനലറ്റിക്സ് എന്നും, പ്രെഡിക്റ്റീവ് അനലറ്റിക്സ് എന്നും, പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്ന 4 ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ഡേറ്റ ഉണ്ട്. ഓക്കെ, ഈ ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റയിൽ നിന്നും എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് വെച്ചാൽ എന്താ? ഈ കൊക്കക്കോള, പെപ്സി അങ്ങനത്തെ ഡ്രിങ്കുകളാണ് നമ്മൾ എന്ത് പറയണേ? സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു ബിസിനസ് നടത്തുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ടെന്ന് വിചാരിക്കൂ. അപ്പോ ഞാൻ 2 വർഷമായിട്ട് ഈ സുഹൃത്ത് നടത്തിയ ബിസിനസിന്റെ ഡേറ്റ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എന്നിട്ട് ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഞാൻ ഡേറ്റയിൽ നിന്നും ഞാൻ കുറെ കമ്പ്യൂട്ടേഷൻസും അനാലിസിസും ഒക്കെ നടത്തിയതിന് ശേഷം ഞാൻ പറയാണ്, യു ആർ ഹാവിങ് 30% ലോസ് ഫോർ യുവർ ബിസിനസ്. എന്താന്ന് മനസ്സിലായോ? നീ ഇപ്പോ നിന്റെ കച്ചവടം ഇപ്പൊ 30% നഷ്ടത്തിലാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് ഈ 30% നഷ്ടം എന്ന് പറയാൻ പറ്റുക? ഇയാൾ 10,000 രൂപ ആ ഒരു ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഇപ്പൊ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന റിട്ടേൺ എത്രയേ ഉള്ളൂ? 7,000 രൂപയെ കിട്ടുന്നുള്ളൂ അല്ലെ. അപ്പോഴാണ് നമ്മൾ എന്ത് പറയാ? 30% നഷ്ടത്തിലാണെന്ന് പറയാം. ഓക്കെ, അപ്പോ അത് അയാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള നമ്മളുടെ ബിസിനസിന്റെ ഡേറ്റ ഒക്കെ ഇങ്ങനെ കീറി മുറിച്ച് അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പാസ്റ്റിൽ എന്ത് നടന്നു, ഓൾറെഡി എന്ത് നടന്നു കഴിഞ്ഞു, എനിക്ക് നഷ്ടമുണ്ടായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നതാണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ ഡയഗ്നോസ്റ്റിക് അനലറ്റിക്സ് എന്താണെന്നറിയാമോ? ഈ നടന്ന കാര്യത്തിന്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ നഷ്ടമുണ്ടായത് എന്ന് കണ്ടെത്താനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനലറ്റിക്സ് ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് നടന്നതെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ ഞാൻ ഈ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ, എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഡയഗ്നോസ്റ്റിക് അനലറ്റിക്സിൽ പറയാ. അപ്പൊ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, 2 വർഷം മുമ്പ് ഈ കൊക്കക്കോള പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇപ്പോ 2 വർഷത്തിന് ശേഷം ആളുകൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ആരോഗ്യത്തിൽ മുൻഗണന കൊടുക്കുന്നത് കൊണ്ട്, ആളുകൾ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ? എന്ത് സംഭവിച്ചു? ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ആളുകളെല്ലാം തന്നെ എന്തിലേക്ക് മാറി? നാച്ചുറൽ ഡ്രിങ്ക്സിലേക്ക് മാറി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആൾക്ക് നഷ്ടം വന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഡേറ്റ ഉപയോഗിച്ച് അതിന്റെ റീസൺ കണ്ടെത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗ്നോസ്റ്റിക് അനലറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു, രണ്ടാമത് നമ്മൾ എന്ത് പറഞ്ഞു? എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കണ്ടെത്തി കൊടുക്കും. ഇനി
പ്രെഡിക്റ്റീവ് അനലറ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത് പ്രെഡിക്റ്റീവ് അനലറ്റിക്സിൽ ചെയ്യാം. അപ്പം നമ്മൾ ഇതേ ബിസിനസിന്റെ ഓണറോട് പറയാണ്, ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഇനി നീ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഇനി ഒരു വർഷത്തിൽ നിനക്ക് അടുത്തൊരു 20% നഷ്ടം കൂടി ഉണ്ടാവും, അങ്ങനെ നീ മൊത്തത്തിൽ 50% നഷ്ടത്തിലേക്ക് പോകും എന്ന് കണ്ടെത്തി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രെഡിക്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയാം. എന്താണ് പ്രെഡിക്റ്റീവ് അനലറ്റിക്സ്? ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ്. പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഓക്കെ, നഷ്ടം വരും എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു അല്ലെ? അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമുക്ക് കൈ ചെയ്യാൻ പറ്റുമോ? ആ നഷ്ടം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ? റെക്കമെൻഡേഷൻസ് പറഞ്ഞു കൊടുക്കണ്ടേ? ആ റെക്കമെൻഡേഷൻസ് പറഞ്ഞു കൊടുക്കുന്ന അനലറ്റിക്സ് ആണ് എന്ത് പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? വി ആർ റെക്കമെൻഡിങ് സം സൊല്യൂഷൻ ഫോർ ദി ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോബ്ലംസ്. ഞാൻ പറയാ, നീ ഒരു കാര്യം ചെയ്യൂ, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ബിസിനസിന്റെ പകുതി ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവിടെ നാച്ചുറൽ ഡ്രിങ്ക്സ് കൂടി പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാർക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കൂ. അങ്ങനെ വരുമ്പോൾ നിനക്ക് നഷ്ടം ഉണ്ടാകാതെ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സ് എന്ന് പറയാ. എല്ലാവർക്കും മനസ്സിലായോ? യെസ് സാർ. ഓക്കെ, അപ്പോ നമ്മൾ AI പറഞ്ഞു, ഡാറ്റാ സയൻസും പറഞ്ഞു അല്ലെ? അപ്പോ ഈ AI ഡാറ്റാ സയൻസും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കാര്യമാണ്, നമ്മൾ AI-യിലേക്കും ഡാറ്റാ സയൻസിലേക്കും പോയി കഴിയുമ്പോൾ ഇവര് തമ്മിൽ ഒരു സെനർജിയിലേക്ക് വരണം. സെനർജി എന്ന് വെച്ചാൽ എന്താ? ഇവര് തമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നല്ല റിസൾട്ടുകൾ കിട്ടുന്നത് അല്ലെ? അപ്പോൾ ഈ പറയുന്ന ഡേറ്റാ സയൻസിലെ ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സും ഡയഗ്നോസ്റ്റിക് അനലറ്റിക്സും ഒക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് AI ഒന്നും വേണ്ട. പക്ഷെ പ്രെഡിക്റ്റീവ് അനലറ്റിക്സും പ്രിസ്ക്രിപ്റ്റീവ് അനലറ്റിക്സിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ ഡേറ്റാ സയൻസ് ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേറ്റാ സയൻസിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആര് വേണം? AI വേണം. ഓക്കെ, അതുപോലെ AI എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താ വർക്ക് ചെയ്യുന്നത്? ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനം അല്ലെ? അപ്പൊ AI നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പും വേണം? ഡേറ്റ വേണം. അതുകൊണ്ട് തന്നെ ഡേറ്റാ സയൻസിന്റെ ഹെൽപ്പും വേണം. അപ്പൊ അതുകൊണ്ട് ഈ ഫ്യൂച്ചർ ടെക്നോളജീസ് ആയിട്ടുള്ള AI ആയിക്കോട്ടെ ഡേറ്റാ സയൻസ് ആയിക്കോട്ടെ, അതിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഒന്നിച്ച് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ AI-യും ഡേറ്റാ സയൻസും ഒക്കെ മനസ്സിലാക്കിയ ആളുകൾ മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ കാണുന്ന ഓരോ പ്രോബ്ലംസിനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ AI-യും ഡേറ്റാ സയൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ഈ ഒരു ടോക്കൊക്കെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ നമുക്ക് AI ഉപയോഗിച്ചിട്ട് സൊല്യൂഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ നമ്മളുടെ AI ക്യാമറ, എങ്ങനെയാ AI ക്യാമറ വന്നത്? എന്തായിരുന്നു AI ക്യാമറയുടെ പിന്നിലുള്ള ഒരു തോട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് നമുക്ക് മരണങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ? ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറില്ലേ? എങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവുക? മദ്യപിച്ച് വാഹനം ഓടിച്ച അപകടം ഉണ്ടാവും, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും, സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവും. അതുപോലെ നമുക്ക് കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകൾ ഒരു വാഹനത്തിൽ സഞ്ചരിച്ച് വാഹനത്തിന്റെ കൺട്രോൾ പോയാൽ അപകടം ഉണ്ടാവും. അങ്ങനെ പല പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കരുത്. ഓക്കെ, ആൾക്കാർക്കൊരു ഭയം വേണം അല്ലെ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഈ AI ക്യാമറാസ് ഇല്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഓരോ ജംഗ്ഷനിലും നമ്മളുടെ ഹ്യൂമൻ എഫേർട്ട് ഇട്ട് ആളുകൾ പോയി നിന്ന് ക്യാമറ വെച്ച് ഇതിനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി നമ്മൾ നോക്കുക, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ, എന്നിട്ടില്ലെങ്കിൽ പോലീസുകാരോ അതേപോലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സോ ഒക്കെ വന്ന് ആൾക്കാരെ പിടിച്ചല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളം മൊത്തമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ വേണം?
എത്ര പോലീസുകാർ വേണം, എത്ര മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് വേണം? ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണോ? അതെ അതെ. അതെ സാർ. അപ്പൊ ആ ബുദ്ധിമുട്ടുകള് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്തു? അതിനെ മനുഷ്യൻ എങ്ങനെയാണോ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നേ, അതുപോലെ സീൽ ബെൽറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണേ, സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നേ, അങ്ങനെ മനുഷ്യൻ എങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്നത് അതേ കേപ്പബിലിറ്റീസ് ഉള്ള AI സിസ്റ്റംസ് ഉണ്ടാക്കി നമ്മളിപ്പോ റോഡുകളിൽ എന്ത് ചെയ്തു? ഡിപ്ലോയ് ചെയ്തു അല്ലെ? ഡിപ്ലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡുകളിൽ സ്ഥാപിച്ചു. അപ്പൊ ഈ കണ്ട ആളുകളൊക്കെ ഇനി റോഡിൽ നിന്ന് ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഒരുപാട് ഹ്യൂമൻ എഫേർട്ട് അവിടെ നിന്ന് കുറയ്ക്കാൻ പറ്റി അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് AI എന്ന് പറയുന്ന ടെക്നോളജി നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്താക്കുന്നത്? നമ്മളെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓക്കെ, ആർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ AI ഉപയോഗിച്ച് നമ്മളിപ്പോൾ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് AI ഉപയോഗിച്ചിട്ട് പറ്റും എന്നുള്ള തോട്ട് പ്രോസസ് ഉള്ള ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ? ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ധൈര്യത്തോടെ പറഞ്ഞോ. ഉണ്ട് സാർ. പറഞ്ഞോളൂ. ഒരാൾ പറയൂ. മനസ്സിലായില്ല. അതായത് നിങ്ങളുടെ ഇപ്പം മുന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ AI ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് തിങ്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ തോട്ട് പ്രോസസ് ഒന്ന് പറയാമോ? സാർ ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. പേരെന്താ മോളുടെ? എന്റെ പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞോളൂ. സാർ, അതായത് ഇപ്പൊ ഈ ഉരുൾപൊട്ടലുള്ള മേഖലകളിലെ ഡാറ്റ അനലൈസ് അല്ലെങ്കിൽ AI യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു അതായത് നമുക്ക് ഭൂമിയിലും എന്താ സിഗ്നൽസ് ഉണ്ടാവുമല്ലോ, അത് വൈബ്രേഷൻസ്, നമ്മൾ പറയുന്ന വൈബ്രേഷൻസ് ആണ്. വൈബ്രേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ഒരു അലേർട്ട് കൊടുക്കാൻ പറ്റില്ല ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുക്കാൻ അല്ലേ? അതെ, എക്സാക്ട്ലി. അതൊരു നല്ല ആശയമാണ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന എന്താ? ശരിക്കും സാധാരണ ഭൂമിയുടെ വൈബ്രേഷൻസും അല്ലെ, സാധാരണ ഭൂമിക്ക് ഉണ്ടാകുന്ന വൈബ്രേഷൻസും ഭൂമികൾക്ക് ഉണ്ടാകാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈബ്രേഷൻസും ഡിഫറെന്റ് ആണ് അല്ലെ? അപ്പോ ഇത് നമ്മളൊരു AI പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും? ഇതൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള വൈബ്രേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ ഷട്ട് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചില്ലേ, അതുപോലെ നമുക്കൊരു AI പഠിപ്പിക്കാം. ഇതൊക്കെയാണ് എന്ത്? നോർമൽ ആയിട്ടുള്ള വൈബ്രേഷൻ, ഇതൊക്കെയാണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വൈബ്രേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു വൈബ്രേഷൻ വന്നാൽ ഉടനെ എന്ത് ചെയ്യുക? അലേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞൊരു നമുക്കൊരു സിസ്റ്റം എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രിഡിക്ഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ശാസ്ത്രജ്ഞന്മാർ പോയി ഓരോ മിനിറ്റിലും അവിടെ പോയി വൈബ്രേഷൻസ് ചെക്ക് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും? മനസ്സിലാക്കേണ്ടി വരും അവിടെ എന്തുണ്ടോന്ന്, ഭൂമി കുലുക്കത്തിനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താ ഇപ്പൊ ചെയ്തേ? AI ഉപയോഗിച്ചിട്ട് ഒരുപാട് എഫേർട്ട് വേണ്ട ഒരു ടാസ്കിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റി അല്ലെ? ഗുഡ് ശ്രീലക്ഷ്മി ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഞാൻ സേക്രഡ് ഹാർട്സിലാണ് സർ. ഏതാണ്? സേക്രഡ് ഹാർട്സാ? സർ. ഏത് ജില്ലയിലാ? തൃശ്ശൂർ. ഓക്കെ, താങ്ക് യു. സേക്രഡ് CGHSS. ഓക്കെ, ഫൈൻ. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ പറയാനുണ്ടോ? സർ, ഡാമേജ് അസസ്മെന്റ് നടത്തിക്കൂടെ? ഡാമേജ് അസസ്മെന്റ് നടത്താം. അതിനെ നമ്മൾ പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്നാ പറയാ. ദാറ്റ് ഇസ് ഓൾസോ ഗുഡ് ചോയ്സ്. അതായത് നമ്മളുടെ ഫാക്ടറികളിലും ഒക്കെ ഉള്ള ഡിവൈസുകൾ ഉണ്ടാവുമല്ലോ, ഈ ഡിവൈസുകളിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് പ്രിഡിക്റ്റീവ് മെയിൻ്റനൻസ്. അതും ഒരു AIയുടെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? AI ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണിക്കാം. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൊറോണയുടെ സമയത്ത് എനിക്ക് തോന്നിയ ഒരു തോട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ആപ്ലിക്കേഷൻ ആട്ടോ. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ക്യാമറാസ് ഒക്കെ വെക്കാറുണ്ടല്ലോ. അപ്പൊ അവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകള് എന്ത് വെക്കണമായിരുന്നു? നിർബന്ധമായിട്ടും മാസ്ക് വെക്കണമായിരുന്നു അല്ലെ? അങ്ങനെ മാസ്ക് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു AI സംവിധാനമാണിത്.
അപ്പൊ ഇത് വിഷ്വൽസിനെ ബേസ് ചെയ്തിട്ടല്ലേ ഇന്റലിജൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെ? Yes, sir. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ കമ്പ്യൂട്ടർ വിഷനിലുള്ള AI സിസ്റ്റംസ് എന്നാ പറയാ. ഓക്കെ, Okay, sir. ഓക്കെ സർ. കണ്ടോ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ എന്തുപയോഗിച്ചിട്ട് ചെയ്യാം, AI-യും ഡേറ്റാ സയൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഇപ്പൊ 4:06:09 ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളും കൂടെ പറഞ്ഞ് നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ AI അല്ലെങ്കിൽ ഡേറ്റാ സയൻസിൽ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചലഞ്ചാണ് നിങ്ങൾക്ക് എന്താണ് ഡേറ്റ, അവൈലബിലിറ്റി ഓഫ് ഡേറ്റ. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അതുപോലെ ഒരിക്കലും പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റ, പ്രൈവസി കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി കളഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, AIക്കോ ഡേറ്റാ സയൻസിനോ വേണ്ടി ഡേറ്റ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മെഡിക്കൽ ഡേറ്റ ആയിക്കോട്ടെ, ജോലിയെ സംബന്ധിച്ച ഡേറ്റ ആയിക്കോട്ടെ, ഫാമിലിയെ സംബന്ധിച്ചുള്ള ഡേറ്റ ആയിക്കോട്ടെ, വാട്ട് എവർ ഡേറ്റ യു ആർ യൂസിങ് ഫോർ എ പർട്ടിക്കുലർ മോഡൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ്, അത് അവരുടെ കൺസെന്റോടും അറിവോടും കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഡേറ്റ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദെൻ ഈ ഡേറ്റ മാനേജ് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന പോലെ വളരെ കുറച്ച് ഡേറ്റയൊന്നും അല്ല നമ്മൾ ഹാൻഡിൽ ചെയ്യണേ. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണേ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആയിരിക്കും നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യുക. അപ്പൊ അതിനെ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡേറ്റ മാനേജ്മെന്റ് സംവിധാനങ്ങളും നമുക്ക് കൃത്യമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഐഡിയ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ AI പ്രോജക്ട്സോ ഡേറ്റാ സയൻസ് പ്രോജക്ട്സോ ചെയ്യുമ്പോൾ ഡേറ്റയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചലഞ്ചസ് നമ്മൾ ശ്രദ്ധിക്കണം. ഡേറ്റയുടെ അവൈലബിലിറ്റി, ഡേറ്റയുടെ ക്വാളിറ്റി, അതുപോലെ പ്രൈവസി, സെക്യൂരിറ്റി, മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ അഡ്രസ് ചെയ്തിട്ട് വേണം പ്രോജക്റ്റ് ചെയ്യാൻ. അതുപോലെ അടുത്തതാണ് AI ബയാസ്. ബയാസ് എന്ന് പറയും. ബയാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കാണോ? ആദ്യമായിട്ട് അപ്പോൾ നമ്മൾ ChatGPT വന്ന സമയത്ത് ക്യാൻ യു ഡിഫൈൻ എ ബ്യൂട്ടിഫുൾ വുമൺ എന്ന് ചോദിച്ചാൽ, ഓക്കെ, എന്താണ് ക്യാൻ യു ഡിഫൈൻ എ ബ്യൂട്ടിഫുൾ വുമൺ എന്ന് ചോദിച്ചാൽ ChatGPT പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫോർ എ ബ്യൂട്ടിഫുൾ വുമൺ ഷീ ഷുഡ് ബി ഫെയർ ഇനഫ് എന്നാ പറയാ ആദ്യം തന്നെ. പക്ഷെ അത് ശരിയാണോ? വെളുത്ത ആളുകൾ മാത്രമേ ഭംഗിയുള്ള ആൾക്കാരുള്ളോ? അല്ല അല്ലെ, എല്ലാ നിറത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. എല്ലാവർക്കും ഭംഗി, എല്ലാ നിറത്തിനും അതിൻ്റെതായ ഭംഗിയും, എല്ലാവരെയും നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കാണണ്ടേ? അപ്പൊ Yes, sir. ChatGPT എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ചോദ്യത്തിന് അങ്ങനെ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അല്ലെങ്കിൽ ഫെയർ ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഭംഗിയുള്ളതായിട്ട് പറയുന്നുള്ളൂ? എന്തുകൊണ്ടായിരിക്കാം? ആ ChatGPTയെ പഠിപ്പിച്ച സമയത്ത്, അതായത് ട്രെയിൻ ചെയ്ത സമയത്ത്, നേരത്തെ മെഷീൻ ലേണിംഗിൽ പറഞ്ഞതുപോലെ എന്താ സംഭവിച്ചേ, ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുടെ എല്ലാം കളർ എന്തായിരുന്നു, വൈറ്റും വൈറ്റ് ആയതുകൊണ്ടാ. പക്ഷെ അതൊരു ബയാസ് അല്ലേ, അതിനെയാണ് നമ്മൾ ബയാസ് എന്ന് പറയാ. മനസ്സിലായോ? അപ്പൊ നമ്മള് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് എന്ത് വേണമായിരുന്നു, വൈറ്റ് ആയിട്ടുള്ളതും ഡാർക്ക് ആയിട്ടുള്ളതും മീഡിയം കോംപ്ലക്ഷൻ ഉള്ളതും ഒക്കെ ആൾക്കാരെയും എന്തായിട്ട് പറയണമായിരുന്നു, ഭംഗിയുള്ളതായിട്ട് നമ്മൾ പറയണമായിരുന്നു, അല്ലെ? അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിപ്പോയി. അപ്പൊ ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു, ബയാസ്ഡ് ആയി പോയെന്ന് നമുക്ക് പറയാം. മനസ്സിലായോ എന്താണ് ബയാസ്? മനസ്സിലായോ? നിങ്ങളുടെ മനസ്സിൽ എന്താ ഒരു മെയ്ഡ് എന്ന് വെച്ചാൽ എന്താ? മെയ്ഡ്, MAID, മെയ്ഡ് ആർക്കെങ്കിലും അറിയാവോ? ഒന്നൊന്ന് പറയാമോ? വേലക്കാരി, പാചകക്കാരി എന്നൊക്കെ പറഞ്ഞു അല്ലെ? പക്ഷെ അപ്പൊ നിങ്ങളെല്ലാം ബയാസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാ. കാര്യം എന്താ, നിങ്ങളെന്താ വേലക്കാരൻ എന്ന് പറയാഞ്ഞേ? എന്താ മെയ്ഡ് ഒരു വേലക്കാരനായിക്കൂടെ? നിങ്ങള് അവിടെ എന്താ ജെൻഡർ ബയാസ് ആണ് അല്ലെ? മെയ്ഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ത്രീ തന്നെ ആയിരിക്കണം എന്ന് നമ്മളുടെ സൊസൈറ്റി നമ്മളിലേക്ക് എന്താ പറയാ, പുഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫാക്റ്റാ. പക്ഷെ ശരിക്കും മെയ്ഡ് പെണ്ണ് തന്നെ ആകണം എന്നുണ്ടോ? ഇല്ല.
അത് ഏത് ജെൻഡറിൽ വേണമെങ്കിലും ആയിക്കൂടെ? അതാണ് ജെൻഡർ ബയാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മനസ്സിലായി സർ. നമ്മൾ എടുക്കുന്ന ഡേറ്റയിൽ ഒരിക്കലും എന്തുണ്ടാക്കാൻ പാടില്ല? ബയാസ് ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ എപ്പോഴും ഈ ഡേറ്റാ സയൻസിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നേരിടുന്ന വലിയൊരു പ്രോബ്ലമാണ്. നമ്മളുടെ കമ്പ്യൂട്ടറുകളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളോ ഒന്നും ഈ പറയുന്ന ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയെ ഹാൻഡിൽ ചെയ്യാനും ഈ ലേണിംഗ് പ്രോസസ്സും അൽഗോരിതംസ് ഒന്നും വർക്ക് ചെയ്യാനും എന്തല്ല, കേപ്പബിൾ അല്ല. ഓക്കെ. അപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഈ പറയുന്ന നമ്മളുടെ ലാപ്ടോപ്പുകളിലോ കമ്പ്യൂട്ടറുകളിലോ അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസിലോ എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം? റിയലൈസ് ചെയ്യാൻ ആയിരിക്കുമോ എന്നുള്ളത് ആദ്യം ചിന്തിക്കണം. ഓക്കെ, അതാണ് അടുത്തൊരു ഫാക്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഡേറ്റയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബയാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നമുക്ക് കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മളൊരു പ്രോജക്റ്റ് എന്ത് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ, തിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ അടുത്തതാണ് എത്തിക്കൽ കൺസിഡറേഷൻ. ഓക്കെ, എത്തിക്കൽ കൺസിഡറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു AI സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മളൊരു ടെററിസ്റ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി വെക്കും. ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ കടന്നു പോയാൽ അയാൾ ടെററിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് പറയണം. ഓക്കെ, അതൊരു ആപ്ലിക്കേഷൻ അല്ലേ? അല്ലേ? അപ്പൊ വഴിയിലൂടെ ഒരാൾ കടന്നു പോയി, നമ്മളുടെ സിസ്റ്റം, AI സിസ്റ്റം ഒരാളെ കാണിച്ചിട്ട് പറഞ്ഞു ഇയാൾ ടെററിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, പോലീസുകാർ വന്ന് അയാളെ അറസ്റ്റ് ചെയ്തു, റൈറ്റ്? പക്ഷേ ഇസ് ദാറ്റ് ഫെയർ? ടെററിസ്റ്റ് ആണെന്ന് നമ്മളുടെ AI സിസ്റ്റം പറഞ്ഞു, ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് ടെററിസ്റ്റ് ആണ്? അല്ല, എന്തുകൊണ്ട് ടെററിസ്റ്റ് ആണെന്നും കൂടെ പറയാൻ പറ്റണ്ടേ? അദ്ദേഹത്തിന്റെ ലുക്ക് വൈസ് മാത്രമായിരിക്കില്ലേ ഈ പറയുന്നേ? അതെ. അപ്പോൾ നമുക്ക് വി ഷുഡ് ബി ഏബിൾ ടു, അതായത് AI ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് പ്രെഡിക്ഷൻസ്, അല്ലെ? അത് ചെയ്യുന്ന കാര്യങ്ങൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും എന്ത് ചെയ്യണം? കേപ്പബിൾ ആക്കണ്ടേ? അങ്ങനത്തെ AI മോഡൽസ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോവാ, നിങ്ങളൊരു MRI സ്കാനോ അല്ലെങ്കിൽ CT സ്കാനോ കൊണ്ട് പോയി, അപ്പൊ ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ക്യാൻസർ ആണ്, നിങ്ങൾ 6 മാസത്തിനുള്ളിൽ മരിച്ചു പോകുന്നു പറഞ്ഞു വെച്ചോളൂ. നിങ്ങൾ വിശ്വസിക്കുമോ? സെക്കൻഡ് ഒപ്പീനിയൻ ട്രൈ ചെയ്യും. എന്തുകൊണ്ടാ? നമ്മളോട് എവിഡന്റ് ആയിട്ട് ഈ സ്കാനിൽ ഇന്ന സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ ട്യൂമറിന്റെ പ്രസൻസ് കാണുന്നുണ്ട്, അത് ഇത്ര ഗ്രോത്ത് ആയിട്ടുണ്ട്, ഇനിയിപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എക്സാക്ട്ലി നമുക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കും, അല്ലേ? അല്ലാതെ എന്താ കാരണം എന്നൊന്നും ഞാൻ പറയില്ല, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മരിച്ചു പോകുന്നു പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്പ്ലെയിനബിലിറ്റി എന്ന് നമ്മൾ പറയണത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന AI മോഡൽസും ഡേറ്റാ സയൻസ് മോഡൽസും അങ്ങനെ അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണെന്ന് പറയാൻ കൂടി എന്ത് ചെയ്യണം? കേപ്പബിൾ ആയിട്ടുള്ള മോഡലുകളായിട്ട് വേണം ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ AI പറ്റിയും ഡാറ്റാ സയൻസിനെ പറ്റിയൊക്കെ പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് കൂടെ എടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാനിവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ, എറണാകുളം എന്ന സ്ഥലത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അഡ്വൈസുകളോ മെന്റർഷിപ്പോ ഒക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് മീ ഔട്ട്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫോൺ നമ്പർ ഉണ്ട്, മെയിൽ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ കൂടുതൽ സൗകര്യം മെയിൽ അയക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും മെയിൽ ID ഒക്കെ ഉണ്ടോ? ഉണ്ട് സർ. ഗുഡ്.
അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാർ ചോദിച്ചോളൂ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ, എന്താണ്? ഈ സാറ് ലാസ്റ്റ് പറഞ്ഞില്ല ഈ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മള് തിരിച്ചറിയുന്നത്. ആ. അതെനിക്ക് മനസ്സിലായില്ല. അതെങ്ങനെയാന്ന് ഒന്നും കൂടി സാർ പറഞ്ഞു. അതായത് നമുക്ക് നമ്മളുടെ റിസർച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് AI സിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എങ്ങനെ? ഒരാളുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺസ് എന്ന് പറയും. ബിഹേവിയറൽ പാറ്റേൺസ്, അതായത് ഒരു ക്രൗഡില് എല്ലാവരും ചെയ്യുന്ന രീതിയിലായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, അയാളുടെ നടത്തം, നോട്ടം, ഗസ്റ്റേഴ്സ്, ദെൻ അയാൾ കൊണ്ടു നടക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ വ്യത്യാസമായിരിക്കും ഒരു ടെററിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായോ? ഓക്കെ. മനസ്സിലായി. അപ്പൊ അതിലൂടെ പറയാണ് എന്ത്, ഇയാളൊരു ടെററിസ്റ്റ് ആണെന്ന് പറയാണ്. ഓക്കെ. പക്ഷെ ഇവൻ എന്തുകൊണ്ടാണെന്ന് ടെററിസ്റ്റ് ആണെന്ന് പറയുന്നില്ല. ഓക്കെ. ഇപ്പൊ ഞാൻ പറയാ, ഇയാള് ടെററിസ്റ്റ് ആണ്, ഇയാളുടെ പോക്കറ്റിൽ ഒരു ഗണ്ണിന്റെ പ്രസൻസ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ കൺവിൻസിങ് അല്ലേ? അതെ സാറേ. പക്ഷെ ഇപ്പോഴത്തെ AI മോഡൽസിന്റെ ഒരു പ്രശ്നം, ഇവൻ ടെററിസ്റ്റ് ആണെന്ന് പറയും, പക്ഷെ എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായോ? മനസ്സിലായി സാറേ. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന AI മോഡൽസിന് അങ്ങനെ റീസണിങ്ങും കൂടി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് ആക്കിയാൽ നല്ലതായിരിക്കും എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ സാറേ, മനസ്സിലായി. സാർ ചോദിച്ചോളൂ. സാറ് എന്താ ഈ ഈ ടെററിസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനു മുമ്പേ സാർ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ? അതെ. അതൊന്നുകൂടി പറഞ്ഞു തരാമോ? അതായത് നമ്മളുടെ കയ്യിലുള്ള ഒരു ഡേറ്റ ഞാനത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കത് ഈ ഒരു ഡേറ്റ കണ്ടോ? ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ പറയുന്നത് ഇതൊരു എയർലൈൻ ഇൻഡസ്ട്രിയുടെ ഡേറ്റയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. എയർലൈൻ ഇൻഡസ്ട്രി. ഈ എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എയ്റോപ്ലെയിനുകൾ, കുറേ എയ്റോപ്ലെയിനുകൾ എല്ലാം കൂടിയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്ത്, എയർലൈൻ ഇൻഡസ്ട്രി. അപ്പോൾ ഒരു എയ്റോപ്ലെയിൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ആ എയ്റോപ്ലെയിനിൽ എൻജിൻസ് ഉണ്ട്, 2 എൻജിൻസ് ഉണ്ട്. ഈ 2 എൻജിൻസിൽ നിന്ന് ഒരു മണിക്കൂറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡേറ്റയാണ് എന്ത്, 20 ടെറാബൈറ്റ്. എന്താണ്? 20 ടെറാബൈറ്റ്. അങ്ങനെ 2 എഞ്ചിനാകുമ്പോൾ എത്രയായി? 40 ടെറാബൈറ്റ് ആയി അല്ലേ? അതുപോലെ ഒരു ഫ്ലൈറ്റ് ഒരു പ്രാവശ്യം ഫ്ലൈ ചെയ്ത് വരുന്നത് ഏകദേശം 6 മണിക്കൂറിലായിരിക്കും. അപ്പൊ എത്രയായി? 20 × 2 × 6. ഇത് ഒരു ഫ്ലൈറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി എയർലൈൻ ഇൻഡസ്ട്രി എടുത്താൽ ഏകദേശം 28,537 എന്തുണ്ട്, എയ്റോപ്ലെയിനുകൾ ലോകം മൊത്തത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മൊത്തം അത്രയും ട്രെയിനുകൾ ഉണ്ടാക്കുന്ന എത്രയാ? 20 × 2 × 6 × 28,537. ഇത് ഒരു ദിവസത്തെ ഡേറ്റയാ. ഓക്കെ, ഒരു ദിവസത്തെ. അതുപോലെ ഒരു വർഷത്തെ ഡേറ്റ എടുക്കുകയാണെങ്കിൽ × 365 ചെയ്യണ്ടേ? അങ്ങനെ ഒരു വർഷം എയർലൈൻ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഡേറ്റയാണ് 2499841200 ടെറാബൈറ്റുകൾ. എത്രയാ? ടെറാബൈറ്റ്. നമ്മളുടെ ഈ ലാപ്ടോപ്പിന്റെ കോൺഫിഗറേഷൻ എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എന്റെ കാണാൻ പറ്റുന്നല്ലോ. സാർ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സെഷൻ തുടങ്ങേണ്ട സമയമായി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം നമുക്ക് ഈ സെഷൻ ഇന്ന് ബ്രേക്ക് ചെയ്യാം സർ. ഡിയർ സ്റ്റുഡൻസ്, എക്സ്ട്രീംലി സോറി ആൻഡ് അപ്പോളജി എടുക്കുകയാണ്. നമുക്ക് അടുത്ത സെഷൻ ഐഡിയ മാരത്തൺ തുടങ്ങേണ്ട സമയമായി. അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സാറിനെ വീണ്ടും കണക്ട് ചെയ്യാവുന്നതാണ്. സാർ ഓൾറെഡി മെയിൽ ഐഡിയും നമ്പറും തന്നിട്ടുണ്ട്. ഓക്കെ, so once again thank you so much sir for giving your valuable inputs into the topic and also brainstorming our dear students. So thank you very much once again sir. Hope we will have another session soon from you so that their doubts can be cleared. So thank you very much. Thank you everyone. Thank you so much. Okay, thank you sir. Thank you sir. Thank you, sir. Thank you sir. Thank you sir. Thank you sir.